വന്യമേഖലാ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ പ്രതിഷേധ ബഹുജന റാലി സംഘടിപ്പിച്ചു. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. റാലിക്ക് ശേഷം പൂപ്പാറയിൽ പ്രതിഷേധ യോഗം ചേർന്നു. അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ കൊണ്ട് ജനങ്ങളെ കുടിയിറക്കുവാൻ ശ്രമിക്കുകയാണെന്നും കൊല്ലപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം 50 ലക്ഷം രൂപയാക്കണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ ആവശ്യപ്പെട്ടു. വന്യജീവികളെ വനത്തിൽ തന്നെ നിയന്ത്രിച്ചു നിർത്തണം. അവയുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ അതിനുള്ള ശാസ്ത്രീയ പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പിവരുത്തണം. 1972 വനനിയമം അടിമുടി പരിഷ്കരിച്ച് ഇവിടെ ജനങ്ങൾക്ക് മാന്യമായ രീതിയിൽ ജീവിക്കാനാവുന്ന അവസ്ഥ ഈ കേരളത്തിലെ മലയോര മേഖലയിലും അതുപോലെ ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങളിൽ പൊറുതിമുട്ടുന്ന നിരവധി സ്ഥലങ്ങൾ ഉണ്ടാക്കണം. കേരള സർക്കാരിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, മറ്റേ സർക്കാരുകൾ ചെയ്യുന്നത് പോലെയുള്ള ഇച്ഛാശക്തി കാണിച്ചുകൊണ്ട് നിങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. ഇടുക്കി രൂപതയുടെ ഈ പ്രതിഷേധം ഇതൊരു സൂചനയാണ്. മറ്റ് സ്ഥലങ്ങളിൽ വേദന അനുഭവിക്കുന്ന ആളുകളുള്ള ഐക്യദാർഢ്യമാണ്. ഞങ്ങളുടെ ഈ സൂചന ഫലം കാണുന്നില്ല എങ്കിൽ, ഇന്ന് നടത്തിയ സർവകക്ഷി യോഗം വേണ്ടത്ര രീതിയിൽ നടപ്പാക്കപ്പെടുന്നില്ല എങ്കിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായിട്ട് ഞങ്ങൾ രംഗത്തിറങ്ങുമെന്ന് അറിയിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.